ഹലോ, ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇൻവിറ്റേഷനാണ്. പ്രോപ്പറായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ട ഒരു മെത്തേഡ്. ഓക്കെ, ഇനി നിങ്ങൾ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻവിറ്റേഷനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു 15 അല്ലെങ്കിൽ 30 ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ 30 എൻക്വയറീസ് നമുക്ക് ഇന്ന് വന്നു. എക്സാമ്പിളാണ്. 30 എൻക്വയറീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ അവരെ നമ്മൾ അനലൈസ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ലേൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ വന്ന വ്യക്തികൾ അവരുടെ ട്രെയിനിങ്സാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്സാണ് അവർ ലേൺ ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മൾ അവരിലാണ് ലേൺ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേണിംഗ് ആയിട്ടോട് കീപ്പ് ചെയ്യാം. കാരണം വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളെയൊക്കെ ആയിരിക്കും നമ്മുടെ ചുറ്റുള്ളത് ട്രെയിനിങ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അവരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലായോ? സോ അവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 30 പേര് നമുക്ക് ഇൻവിറ്റേഷനായിട്ട് വന്നു. അപ്പോൾ 30 പേരും ഇൻവിറ്റേഷനായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ രാവിലെ നിങ്ങൾക്കൊരു ടു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ഡെയിലി റൂട്ടീനുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ലൈഫിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോറവൽ ജോയിൻ ചെയ്തിട്ട് ഇതിനായിട്ട് ടൈം മാറ്റി വെക്കുക. എങ്ങനെയെങ്കിലും ടൈം മാറ്റി വെക്കില്ല, കറക്റ്റായിട്ട് ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് രാവിലെയോ ഉച്ചക്കോ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് ഇതിലോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? മാറ്റി വെക്കണം കേട്ടോ. ഇപ്പം രാവിലെ ഒരു 10 മണി ആ ഒരു ടൈമിൻ്റെ ഇടയിലൊക്കെ ഒഴിവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഉച്ചക്ക് 2 മണി ആ ഒരു ടൈമിന് ഒഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. ഈ വർക്കിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. എക്സാമ്പിൾ ഡെയിലി നിങ്ങൾ ഒരേ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി. നമ്മുടെ എല്ലാ ജോബും എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി നിന്നിട്ട് ബാക്കി വരുന്ന ടൈം ഉണ്ടല്ലോ, അതിലോട്ട് മാറ്റി വെക്കണം. 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഡേയ്സും, ഇനി വരാൻ പോകുന്ന എല്ലാ ഡേയ്സിലും നിങ്ങൾ 1.5 മണിക്കൂർ ഇതിനായിട്ട് ഇരിക്കാം. ഉച്ചയ്ക്ക് ഇരിക്കാം, 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. പ്രോപ്പറായിട്ട് ഇരിക്കാം. അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഡെയിലി റൂട്ടീനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയിലി റീൽ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാരെ ഫോളോ ചെയ്യാം. എത്ര പേരെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 12 പേരെ ഒരു ടൈമിൽ ഫോളോ ചെയ്യാം. അത് 8 ദിവസം അതേ റൂട്ടീൻ കീപ്പ് ചെയ്യാം. പിന്നെയും അത് കീപ്പ് ചെയ്യണം കേട്ടോ. 8 ദിവസം എന്ന് പറഞ്ഞാൽ 8ാമത്തെ ദിവസത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൾക്കാർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായി? പിന്നെ അതേ റിപ്പീറ്റ് അടിച്ച് ആൾക്കാരെ ഫോളോ ചെയ്യാം. ഓവറായിട്ട് ചെയ്യരുത്. 2 മണിക്കൂർ വിട്ടിട്ട് 12 പേരെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. മനസ്സിലാവും? അത് റൂട്ടീനോടെ കീപ്പ് ചെയ്യാം. അവർക്ക് അയച്ചു കൊടുക്കുന്ന പാറ്റേൺ ഉണ്ട്, അവർക്ക് ഡയറക്റ്റ് അതേ രീതിയിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനൊരു പാറ്റേൺ. സിമ്പിളായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ പ്രോസസ്സ് അവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ നിങ്ങൾ ഡെയിലി റീൽ അപ്ലോഡ് ചെയ്തു, ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് ഈ 1.5 മണിക്കൂറിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ് മാത്രമല്ല കേട്ടോ. 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് സ്റ്റെപ്പായിട്ട് ചെയ്യുക. അതുകൂടാണ്ട് ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ, കാരണം റീൽ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഈ 1.5 മണിക്കൂറിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഇപ്പം ജോബിനെ കുറിച്ച് എൻക്വയറീസിനായിട്ട് വന്ന വ്യക്തികൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രീറ്റ് മെസ്സേജിന് ശേഷം തന്നെ ഹേ ഷഫ്ന ഹിയർ, നിങ്ങൾക്ക് ജോബിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം എന്നൊരു പാറ്റേൺ ഉണ്ട്. അത് അവർക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അവരുടെ അക്കൗണ്ടിലൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അത് സാധാരണ നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണ്, രാത്രിക്കുള്ളിൽ നമ്മൾ കൊടുക്കാറില്ല. മീറ്റിങ്ങിൻ്റെ ടൈം വരുമ്പോൾ അവിടെയൊക്കെ എൻക്വയറീസിനായിട്ട് നമ്മൾ കുറച്ച് ടൈം ഇരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ഒരു ജോബിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതല്ലാണ്ട് അവിടെയും നമ്മൾ ആ നൈറ്റ് ആകുമ്പോഴേക്കും പിന്നെ കുറച്ചുകൂടി എൻക്വയറീസ് ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ഈ 1.5 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇരിക്കണ വേ എന്ന് പറഞ്ഞാൽ അവിടെ ലീഡ് ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ ഉച്ചക്ക് ആ ഒരു ടൈം നിങ്ങൾ എപ്പോഴാണോ കറക്റ്റായിട്ട് 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ ഡെയിലി കൊടുക്കണം. ഒറ്റ ദിവസം പോലും മിസ്സാക്കരുത്. ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ ഒറ്റ ദിവസം പോലും നിങ്ങൾ മിസ്സാക്കി കളയരുത്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ അവിടെ കുറേ ഫാൾട്ട് പറ്റിയിട്ടാണ് അവിടെ ഫെയിലാവുന്നത്. കൺവെക്ഷൻ വരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 cc നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു 5cc നമ്മുടെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5cc വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യണത്. നമ്മളെങ്ങനെ വർക്ക് ചെയ്യണം? 10cc വർക്ക് ചെയ്യണം. മനസ്സിലായോ? 10cc നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. എന്നാലും 5cc നമുക്കവിടെ കിട്ടുള്ളൂ. മനസ്സിലായോ? അതിൽ 5cc മാത്രമല്ല, നമ്മൾ 10cc എന്ന് പറയുമ്പോൾ കുറച്ചൊരു ലീഡുള്ളൂ എങ്കിലും, അല്ലെങ്കിൽ കുറച്ചൊരു എൻക്വയറീസ് ഉള്ളൂ, ആ വ്യക്തികൾ തന്നെ കുറേ ആക്റ്റീവ് പ്രോസ്പെക്റ്റ് നമുക്കവിടെ കിട്ടും. നമ്മൾ ചെയ്യുന്ന വേ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചെറിയ സൈഡിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിലും അത് അവർക്ക് ശരിക്കും മനസ്സിലാവാതെ റിലേഷൻ ബിൽഡിങ് കോളിലാവട്ടെ എല്ലാം നമ്മൾ ക്ലിയറായിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഫീൽ ചെയ്യില്ല. ഫെയിൽ ടു സക്സസ് എന്ന വെർഷൻ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ കൊണ്ടുവരാതിരിക്കുന്ന സംഭവമാണ്. തോറ്റിട്ടുണ്ടാവും ലൈഫിൽ. നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത ലൈഫാണ്. ഇന്നും നാളെയും ഇനിയും മുൻപോട്ട് ലൈഫിലും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തു. അതൊരിക്കലും റിഗ്രറ്റ് ഫോർമേഷൻ ആവരുത്. നിങ്ങൾ കൊടുത്ത പൈസ ഒരു വാല്യൂ ഇല്ലാണ്ടാവരുത്. അവിടെ നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. സോ മൂവ് ഓൺ ചെയ്യാം. ഇവിടെ ഒരിക്കലും ഏത് വ്യക്തിയെ നോക്കുകയാണെങ്കിലും, ഏത് സക്സസ് ആയ വ്യക്തിയെ നോക്കുകയാണെങ്കിലും അവരൊക്കെ ഫെയിലായിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ ഫെയിലായിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. അത് ദൈവം നമുക്ക് തരുന്ന പരീക്ഷണമാണ്. മനസ്സിലായല്ലേ? അത് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണ്, നമ്മോടുള്ള കൂടുതലായിട്ടുള്ള അവരോടുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്. സോ അത് കീപ്പ് ചെയ്യുക. സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ സ്ട്രോങ് മെന്നാക്കി മാറാം, അല്ല ബോയ് ആയിട്ട് മാറാം. ഓക്കെ, 18+ ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട് അവിടെ ഇല്ലേ? അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ രീതിയിലുള്ള കരിയർ, നിങ്ങൾക്ക് കുറേ ഡ്രീംസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം, ഇത് ഗോൾ അച്ചീവ് ചെയ്യണം. നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടില്ല, ഒട്ടും കിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, മെനക്കെട്ടാൽ മാത്രമാണ് ഏതൊരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഏത് ടൈമാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത്, ആ ഒരു ടൈം മാത്രം വർക്ക് ചെയ്താൽ മതി. ഈ പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ നമ്മൾ വർക്കിംഗ് ടൈമിൻ്റെ എഫേർട്ട് കൊടുക്കുന്നു ഇല്ലേ? പക്ഷെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടോ, നിങ്ങൾ തന്നെ. ഇപ്പം ടീമിൽ വെച്ച് നോക്കുകയാണെങ്കിലും ആക്റ്റീവായിട്ടുള്ള ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവർ ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടോ ഈ വർക്കിന് വേണ്ടി. നിങ്ങൾ ടൈമിൻ്റെ എഫേർട്ട് ഇരിക്കുന്നില്ല. നമ്മൾ നൈറ്റിൽ കുറച്ച് സമയം ഇരിക്കുന്നു, അതല്ലാണ്ട് നമ്മൾ ഇരിക്കുന്നില്ല. ഒരു മണിക്കൂർ ശരിക്കും 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരുന്നേക്കാം. അത്രേ ഉള്ളൂ നൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അതല്ലാണ്ട് ആ വ്യക്തികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ശരിക്കും പ്രോപ്പറായിട്ട് അവർക്ക് കൺവെക്റ്റ് വരുന്ന രീതിയിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ ഗുഡ് ക്വാളിറ്റി, അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രോസ്പെക്റ്റിനെ നിങ്ങൾ ഭയക്കല്ല ചെയ്യേണ്ടത്. അവരെ പേടിക്കണം നമ്മൾ നെക്സ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതിയിൽ. ഭയങ്കര ഹാർഷായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എല്ലാ കാര്യത്തിൻ്റെ ഒരു ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചോദിച്ചാലും റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്പോൺസറായിട്ട് നിങ്ങളവിടെ നിൽക്കണം. ഇതിന് ശേഷം ഞാനിവിടെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് ഫിക്സ് ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾ പിന്നെയും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ റിസൾട്ടാണ്. ഞാൻ ഇന്ന് ഫെയിലായി, ഞാൻ ഈ മന്ത് ഫെയിലായി, കഴിഞ്ഞ മന്ത് ഫെയിലായി, എനിക്ക് വല്ലാണ്ട് അതിൽ കൺവെക്ഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കുറേ പ്രോസ്പെക്റ്റിന് കിട്ടിയിട്ടില്ല. നിങ്ങൾ റിസൾട്ടിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആക്ഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ സെൽഫ്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടില്ല, എന്നെ ഫസ്റ്റ് ഇമ്പ്രൂവ് ആവണം, എന്നെ ഇമ്പ്രൂവ് ആക്കണം. അത് ഉള്ളിൽ ഒതുക്കേണ്ട സംഭവമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കേണ്ട സംഭവമാണിത്. ഞാൻ തന്നെ ഇമ്പ്രൂവ് ആയിട്ടില്ല, എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. സോ ഇമ്പ്രൂവ് ആവണ മൈൻഡ് സെറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വലിയൊരു പൊസിഷൻ അച്ചീവ് ചെയ്ത ഒരു മൈൻഡ് സെറ്റ് അവിടെ കീപ്പ് ചെയ്യാം. എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്ന് ഞാൻ ഫെയിലായി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി, അവരോടൊക്കെ ഞാനൊരു ട്രസ്റ്റായിട്ടുള്ള എന്താ പറയുക, ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ, ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റും, ഞാൻ നേടിയെടുക്കും. അത് വെറും വാക്കാക്കി കൊടുക്കല്ല ചെയ്യേണ്ടത്, അത് നേരിടുത്ത് കാണിച്ചു കൊടുക്കണം. ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്. സോ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കാം. ഫെയിലായത് നമ്മൾ തിരുത്തി കൊണ്ടുവരാം. മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യും. നമ്മളിന്ന് ഡൗൺ ആയി, നമുക്ക് അയ്യോ ഇത്രത്തോളം വർക്കിംഗ് ടൈം എഫേർട്ട് കൊടുത്തിട്ട് നമ്മൾ ഡൗൺ ആയെങ്കിൽ പിന്നെ നിങ്ങൾ മോട്ടിവേഷണൽ ക്ലാസ് കേൾക്കുക, ചെറിയ ഷോർട്സ് കേൾക്കുക, ഷോർട്സ് വീഡിയോസ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഡെയിലി നിങ്ങളുടെ അക്കൗണ്ടിൽ മോട്ടിവേഷനായിട്ടുള്ള ഒരു റീൽ അപ്ലോഡ് ചെയ്യാം. ഡെയിലി നിങ്ങളുടെ വാട്സപ്പിൽ ഓരോ വ്യക്തിയുടെ പേ ഔട്ടിൻ്റെ ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. കുറേ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യരുത്. 1-2 മാത്രം ദിവസം നിങ്ങൾ അപ്ലോഡ് ചെയ്യിപ്പിക്കാം വാട്സപ്പിൽ. ഡെയിലി അവിടെ ആക്റ്റീവ് ആവും കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ടീം മറ്റേ ആ ഗ്രൂപ്പിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവെക്ഷനെ കുറിച്ച്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ. ടൈമിൻ്റെ എഫേർട്ട് എടുക്കുമ്പം ഒരു ദിവസം വർക്ക് ചെയ്തു, ഒരു ദിവസം കുറഞ്ഞ് ശരിക്കും ചെയ്യുന്നില്ല, മറ്റേ ദിവസം അതേ ഒരു അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് 1-2 പേര് മാത്രം കയറിയാൽ മതിയോ? ഒട്ടുമില്ല. നമ്മളൊരു ടീം പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അത്രയും ടൈമിൻ്റെ എഫേർട്ട്, അത്രയും രീതിയിൽ നമ്മൾ റിസൾട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഡൗട്ട്സിന് ക്ലിയറായിട്ട് ചോദിക്കാം. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ചോദിക്കാം, അതെല്ലാം മാനേജേഴ്സിനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കാരണം നമ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലേ, അതും ചോദിക്കാം. ഓക്കെ, പിന്നെ അതുകൂടെ ഇപ്പോൾ ഇൻവിറ്റേഷനാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻവിറ്റേഷനിൽ ഇപ്പം നമ്മൾ ആ ക്രിയേറ്റീവ് മെസ്സേജ് അത് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഷഫ്ന ഹിയർ, ഇപ്പോൾ എൻ്റെ പേര് എൻ്റെ രീതിയിലാണ് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പേര് അതേ രീതിയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്ന ജോബ് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളപ്പം കുറച്ച് കഴിഞ്ഞാൽ അവർ കോൾ ചെയ്യാം, പേഴ്സണലി കോൾ ചെയ്യും. എല്ലാവർക്കും കോൾ ചെയ്യണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഈ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ കോൾ ചെയ്യാം. അത് ഒരു കോൾ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൽ കൂടിയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആവരുത്, അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോൾ റെക്കോർഡ് ആവരുത്. നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്, നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി വേറെയും പ്രോസ്പെക്ട്സ് ഉണ്ട്. സോ എനിക്ക് ഇവിടെ കുറേ ടൈം ഒരാളിൽ ഒതുക്കാൻ പറ്റില്ല എന്ന രീതിയിലായിരിക്കും നമ്മളവിടെ പറഞ്ഞ് നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ അങ്ങനെ ആയിരിക്കാം. ഹലോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് റിൻഷിത, ഹലോ റിൻഷിത, പേര് അവൾ ഓൾറെഡി ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് പറയാം. ഓക്കെ, അതും അവർ പേര് ഫില്ലപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ജോബ് നോക്കിയിരുന്നോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. അപ്പോൾ അവർ പറയും അതെ എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആ ഫോം നെയിം ഒന്ന് ഫില്ലപ്പ് ചെയ്യും കേട്ടോ. ശരിക്കും നിങ്ങളുടെ പേരെന്താ, അവരുടെ പേര് പറയും. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, സ്ഥലം പറയും. പിന്നെ നിങ്ങളിപ്പോൾ എത്ര ഏജ് അതിൽ പറയും. ഓക്കെ, എത്ര മതി. ഓവർ റിലേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ബിൽഡ് ചെയ്ത് കുറേ സംസാരിച്ച് ഭയങ്കര ചിരിച്ച് കണ്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട. നോർമൽ ആറ്റിറ്റ്യൂഡ്. അവരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ ശരിയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഭയങ്കര ഹാർഷായിട്ടുള്ള ബിഹേവ് ചെയ്യേണ്ട ഒരു നോർമലായിട്ടുള്ള ഇന്ന രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം ഓവറായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ജോബ് എന്താ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ കൊടുക്കേണ്ട ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് അതിൽ പറഞ്ഞു തന്നെ ജോബ് എന്താ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹലോ, ഇത് ഓൾറെഡി ഒരു വ്യക്തി പേരൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിൻഷിത പറഞ്ഞ പെൺകുട്ടി ഒരു സ്റ്റുഡൻ്റ് ആണ്, അവരെ വീട് മലപ്പുറമാണ് എന്ന് അതിൽ ഓൾറെഡി ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ എന്നാലും ഞാൻ കോൾ ചെയ്യുമ്പം ചോദിക്കും, പേര് മാത്രം എടുത്ത് പറയും. എന്നുവെച്ചാൽ ഹലോ റിൻഷിത അല്ലേ, അപ്പോൾ അവർ പറയും അതെ റിൻഷിതയാണ്. ഓക്കെ, നിങ്ങൾ ജോബ് നോക്കില്ലായിരുന്നോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം? അപ്പോൾ അതെ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടല്ലോ, ജോബിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതേ ഡൗട്ട്സ് ഉണ്ട്. അപ്പം ആ ജോബിൻ്റെ ഡീറ്റെയിൽസായിട്ട് പറയുമ്പം അത് കറക്റ്റായിട്ട് ഇതിൽ ഞാൻ ആഡ് ചെയ്യിപ്പിക്കുന്നില്ല, ഓവർ ലാഗ് കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ മറ്റേൽ പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്ഷൻ ഹാൻഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ജോബിനെ കുറിച്ച് പറയാം. അവർക്ക് എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ജോബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് BOP സെക്ഷൻ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം സൂം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് സ്ലോട്ടാണ്. അപ്പോൾ ലിമിറ്റഡ് സ്ലോട്ടാകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, എല്ലാവരും എൻ്റർ ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇന്നാണ് മീറ്റിംഗ് എന്നുണ്ടെങ്കിൽ ഇന്ന് അവരോട് പറയാം ഇന്ന് നൈറ്റ് 8:40 to 45 വരെയുള്ള എൻ്റർടൈൻമെൻറ്റ് മീറ്റിംഗ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നാളത്തേക്കാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ഇപ്പം ഒരു ചെറിയൊരു ഇറർ വന്നിട്ടുണ്ടല്ലോ, 7:15 ആ ഒരു മീറ്റിംഗ് ശരിക്കും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോഴത്തെ സ്റ്റേജാട്ടോ, ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ 7:15 to 7:25 ഇപ്പോൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോഴത്തെ സ്റ്റേജിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടോ നോക്കിയിട്ട് വേണം ചെക്ക് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാം. അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഉള്ള പ്രോസ്പെക്റ്റിനെ നിങ്ങൾ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യിപ്പിക്കാം. 7:15 ആക്റ്റീവ് ആവുക, 8:14 അതിനെ ആക്റ്റീവാക്കി കൊണ്ടുവരാം. 5:14 ആ ഒരു ടൈമിലും നിങ്ങൾ അവരെ ആക്റ്റീവാക്കിയിട്ടുണ്ട്. പക്ഷേ ഡെയിലി നിങ്ങൾ ആക്റ്റീവ് ആവുക, ഈ വരുന്ന എൻക്വയറീസിനെ അവർ മീറ്റിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ
ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7:50 to 7:20 മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന എൻക്വയറീസ് ഇന്ന് വരുന്ന എൻക്വയറീസ് ഇന്ന് എടുക്കരുത്. ആ വ്യക്തികളെ നാളെ എടുപ്പിക്കാം. ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ വരുന്ന എൻക്വയറീസിൽ നമുക്ക് ഈ പാറ്റേൺ അയച്ചല്ലോ, ഷഫ്ന ഹിയർ എന്നുള്ള പാറ്റേൺ അവർക്ക് അയച്ചു കൊടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, ജോബ് എന്താ ചോദിക്കുമ്പോൾ അവർ പേഴ്സണലി കോൾ ചെയ്തിട്ട് അതിനിടയിൽ പറയാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നാളെ ആയിരിക്കും മീറ്റിംഗ് വരുന്നുണ്ടാവുക. നാളെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നത്. ചില ഓരോ വ്യക്തി, കാരണം കുറേ ടീം മെമ്പേഴ്സ് കുറേ എൻക്വയറീസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓരോ ടൈമിനാണ് ഓരോരുത്തർക്കും സീറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നാളെ ആയിരിക്കും. ഓക്കെ, നാളെ 8:14 PM to 8:45 PM വരെയാണ് എൻ്റർടൈൻമെൻറ്റ്. ആ ടൈം നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മൾ സെൽഫ് ഡിസ്കവർ ചെയ്യാം അല്ലേ. ഒരു കാര്യങ്ങൾ ഇത് അവരോട് പറഞ്ഞ കാര്യമുണ്ട്, പ്രോസ്പെക്റ്റിനോട് പറയേണ്ട കാര്യമാണ്. ഇതേ രീതിയിൽ പറയാം, നമ്മൾ സെൽഫ് ഡിസ്കവർ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ജോബ് വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കതിൻ്റെ ബേസിക് നോളേജെങ്കിലും വേണം. അതെന്താണ് ശരിക്കും, അല്ലെങ്കിൽ ഞാൻ എത്ര ടൈം ആൻഡ് എഫേർട്ട് ഇവിടെ കൊടുത്താലാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ശരിക്കും ഇത് ജെന്യൂനാണോ ഫേക്കാണോ? ഒരു ജസ്റ്റ് സൂം മീറ്റിംഗ് അല്ല, എത്രയോ ഡെയിലി ഞാൻ വേസ്റ്റ് ചെയ്യുന്നൊരു ടൈം. അപ്പോൾ ഡെയിലി വേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ, നിങ്ങൾ അങ്ങനത്തെ അല്ലേ, നമ്മൾ കുറേ ടൈം ഡെയിലി, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ എന്താണ് ഡെയിലി കുറേ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കരിയറിനെ സ്ട്രോങ് ആക്കാൻ, കരിയറിനൊക്കെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ ജോബ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ചിലപ്പോൾ വെറുതെ ഒരു റീലുണ്ടപ്പോൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടവരായിരിക്കാം, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു ജോബിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗമാണോ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം. മനസ്സിലായോ? കുറേ ടൈം ഇതുവരെ നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാലം വരെ നോക്കുകയാണെങ്കിൽ കുറേ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ മൂവ് ഓൺ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ മെത്തേഡ് പോലെയാണ് ഫസ്റ്റ് ഇവിടെ BOP സെക്ഷൻ എന്ന് കൊടുക്കുന്നത്. ഒന്ന് ട്രയൽ ചെയ്ത് നമ്മൾ ഈ കടലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യുന്ന പോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ വേറെ നോക്കാം. അതേപോലെ തന്നെയാണ് ഇവിടെ. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ട്രയൽ മെത്തേഡ് പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് വേറെയും കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മസ്റ്റായിട്ട് ഞാൻ നിങ്ങൾ നാളെ അറിയിക്കേണ്ടുന്ന രീതിയിൽ ആ കോൾ അവിടെ കട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഇങ്ങനെ അടുത്തറിയത്തിരാന്ന് പറഞ്ഞിങ്ങനെ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് പറയാം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ. നമ്മൾ ക്ലിയർ ചെയ്തു 2-3 ക്വസ്റ്റ്യൻസിന് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോഴും അവർ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ അവരോട് പറയേണ്ടത് എന്താ വെച്ചാൽ, ഹലോ, ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ മെയിനായിട്ട് വേണ്ടത് ഒരു സീരിയസ് ആയിട്ട് ഒരു പേഷ്യൻ്റ് ലെവലുള്ള, എനിക്ക് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതൊരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമല്ല എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, അതല്ലാണ്ട് എൻ്റെ വിഷ്വലായിട്ട് എനിക്ക് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനത്തെ വ്യക്തികൾ എനിക്ക് ഇവിടെ വേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഡൗട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗട്ട്സിന് തീരാത്ത ഡൗട്ട്സ് ആവുന്ന സമയത്താവട്ടെ, നിങ്ങൾ ഈ ജോബിനെ പറ്റിയിട്ടുള്ള വ്യക്തിയേ അല്ല. ഓക്കെ, നിങ്ങൾ ഈ ജോബിനെ പറ്റിയുള്ള വ്യക്തിയല്ല. ഇവിടെ ഒരിക്കലും ടൈം വേസ്റ്റിംഗ് പരിപാടിയായിട്ട് ഒട്ടും ടൈമില്ല. കാരണം ഡെയിലി തന്നെ എൻക്വയറീസാണ്. സോ ഇവിടെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ഡയറക്റ്റ് മീറ്റിങ്ങിലോട്ട് കയറുക. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ റീസൺ ഉണ്ട്. അത് ഒറ്റ പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് മെയിൻ റീസൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എൻ്റെ പറച്ചിലിന് ലിമിറ്റുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്നില്ല. എന്നാൽ നിങ്ങൾ ഉള്ളിലുള്ള കുറേ ഡൗട്ട്സ് പിന്നെയും കെടുക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾ ജെന്യൂനായിട്ട് ഒരു പേഷ്യൻസ് ലെവലോട് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ഷമ വേണം. ഓക്കെ, ഏത് കാര്യം നമ്മൾ അറിയാനൊക്കെ ആണെങ്കിലും ഒന്ന് ക്ഷമ കാണിച്ചിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കേണ്ട. ഓക്കെ, എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവർ ഒപ്പീനിയൻ ജസ്റ്റ് ചോദിക്കാം, ഉണ്ടോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടോ ചോദിക്കാം. അപ്പോൾ അവർ പറയും ഉണ്ടെന്ന് പറയാം, നോന്നാണെങ്കിൽ ഒക്കെ പോട്ടെ
എന്ന് പറയാൻ പോയിക്കോട്ടെ, ഓക്കെ ശരി കേട്ടോ എന്നതിൽ കൊടുക്കട്ടെ. നമുക്കൊരു വാല്യൂ ഉണ്ട്. ഇത് പ്രോസ്പെക്റ്റിനോടല്ല ടീം മെമ്പേഴ്സിനോട് പറഞ്ഞ കാര്യമാണ്. നമുക്കൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ വേറെ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ ക്ലോസിങ്ങിന് ചിലവരുണ്ട്, ഈ ബോയ്സ് ആണെങ്കിലും കോഴിക്കളൊക്കെ ഉണ്ട്. ശരി, ഈ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ സംസാരിക്കാമല്ലോ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അവർ പറയും ട്രാക്ക് വരുന്നുണ്ട്, പറയാം ട്രാക്ക് എടുക്കുക ചെയ്യാം, അങ്ങനെ ചിലർ പറയുന്നവരുണ്ടാവും. അവർ വെറും ടൈം പാസിന് അവർ വർക്ക് ചെയ്യണം. അങ്ങനത്തെ വ്യക്തികൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ട്രാക്ക് എടുത്താൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കരുത്. ഫസ്റ്റ് തന്നെ നിങ്ങളിവിടെ മെയിനായിട്ട് വരുന്നത് വർക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഈ ഒരു ജോബ് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം, മാരീഡ് അല്ലാത്ത വ്യക്തികളുണ്ടാവാം. ഒരിക്കലും അത് വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യരുത്. ഒരു വ്യക്തി ഒരു ബോയ് ആണെങ്കിലും അവിടെ നെഗറ്റീവ് ടാർഗറ്റ്, നെഗറ്റീവ് അല്ല, ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ കോഴിക്കളമാരിങ്ങനെ സിസ്റ്റം ഇങ്ങനെ പൂവാലന്മാരുമായി ജസ്റ്റ് സംസാരിക്കാം. സോ അവിടെ ബോൾഡായിട്ട് സംസാരിക്കാം. ഹലോ, ഞാനിവിടെ മെയിനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ മെയിനായിട്ടും ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യത്തിനല്ല. ഞാൻ മെയിനായിട്ടും സ്റ്റാർട്ടപ്പ് ചെയ്ത് എൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ വ്യക്തികളെ എന്നിട്ട് ഇങ്ങോട്ട് ഒരിക്കലും ഞാൻ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് അവർ വേണ്ട നമ്മൾ ടീമിലോട്ട്, തലവേദന ആവുന്ന രീതിയിലോട്ട് വേണ്ട. ആ വ്യക്തികൾ എങ്ങനെയും നമ്മൾ ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കണം. ട്രെയിനിങ്സ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ കോൾ ചെയ്യും. ഞാൻ ഏറ്റവും എൻ്റെ അക്കൗണ്ടിൽ തന്നെ 2-3 പേര് ഞാൻ ടീമിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റിലും പക്ഷെ അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തൊട്ടെ, പക്ഷെ വല്ലാണ്ട് ഞാൻ ഇത് കൊടുക്കാറില്ല. ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ബോൾഡായിട്ട് സംസാരിക്കാം. ആ വ്യക്തികൾ നമ്മൾ ടീമിലോട്ട് വേണ്ട. കാരണം തലവേദന നമുക്ക് പേടിയുള്ളത്, കാരണം ആ തലവേദനയായി മാറിയാലോ. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനിടെ ഇടയ്ക്കിടയ്ക്ക് കോളും കാര്യം ചെയ്യുമ്പോൾ അങ്ങനത്തെ വ്യക്തികൾ നമ്മൾ ടീമിലോട്ട് ഒരിക്കലും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട. ലൈഫിനെ കുറിച്ച് ഒരു ടെൻഷനുള്ള, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളെ വേണ്ടത്. അവർ സീരിയസ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം നിങ്ങളെ പോലെ എന്നെ പോലെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ വ്യക്തികളെ മാത്രം നമ്മൾ ടീമിലോട്ട് ആവശ്യമുള്ളൂ. മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലെ ഒരു മെമ്പറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തികൾ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് ഫീൽ ചെയ്യണം. പേഴ്സണലി ഉള്ളിൽ നിന്ന് വരണം. നമ്മളത് ഇൻവിറ്റേഷൻ ആവട്ടെ അല്ലെങ്കിൽ ക്ലോസിങ് ആവട്ടെ, ഉള്ളിൽ നിന്ന് വരണം. അത് ഉള്ളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി തുറന്നു വെച്ച് പറയാമെന്നല്ല കേട്ടോ. പക്ഷേ ജെന്യൂനായിട്ട് ടോക്ക് ചെയ്യാൻ സംസാരിക്കാൻ ശ്രമിക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം അവരെ കോൾ ചെയ്തിട്ട് അവർക്ക് മീറ്റിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നാളെ ആണെങ്കിലും ഇന്നാണെങ്കിലും ജസ്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. എല്ലാവരും കോൾ ചെയ്യണമെന്നല്ല. ഓക്കെ, എല്ലാവരും കോൾ ചെയ്യണമെന്നല്ല. ഈ ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ സാലറി എത്രയാ അങ്ങനെ ചോദിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും കോൾ ചെയ്യാം. ജോബ് എന്താ ചോദിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കോൾ ചെയ്യാം. അത് കുറേ പേരൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒരു 40-30 പേർക്ക് നമ്മളത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മാക്സിമം 10-15 ഇല്ല എത്ര പേരുണ്ടാവുള്ളൂ. ജോബ് എന്താ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന അത്ര പേരുണ്ടാവുള്ളൂ. അത് അവരെ കോൾ ചെയ്യാം, ടൈം കണ്ടെത്താം. ഒരു 1.5 മണിക്കൂറിൽ അത് ഒതുക്കാൻ ശ്രമിക്കും. 1.5 മണിക്കൂർ തന്നെ മതി 15 പേര് കോൾ ചെയ്യാം. ചിലപ്പോൾ അവർ എടുക്കുന്നവരുണ്ടാവും, എടുക്കാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നൈറ്റിൽ കോൾ ചെയ്യാം അവരെ. പക്ഷേ ഈ റെസ്പോണ്ട് അല്ലെങ്കിൽ ഈ ജോബിനെ കുറിച്ച് അത് കണ്ടിട്ടും അവരൊന്നും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മീറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. അവരൊക്കെ മീറ്റിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്യിപ്പിക്കണം. നമ്മളിപ്പോൾ ഒരു ഉച്ചക്ക് 2:30 ഒരു എക്സാമ്പിളാണ്. 2 മണി ടു 3 മണി വരെയാണ്, അല്ല 3:30 വരെയാണ് ഇപ്പോൾ നമ്മൾ വർക്ക്. ഒരു 1.5 മണിക്കൂർ എന്നില്ല അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ടൈം ആദ്യമായിട്ട് നമ്മൾ മാറ്റിക്കണം. വർക്കിംഗ് ടൈമിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റിക്കാം. മാക്സിമം 1 ഹവറൊക്കെ മതിയാവും. അല്ല 15 പേര് അങ്ങനെ വരാണെങ്കിലും. പക്ഷേ അപ്പോഴേക്കും എല്ലാവരും ചിലപ്പോൾ മെസ്സേജ് അയക്കണമെന്നില്ല. വരുന്നവർ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും ജസ്റ്റ് കോൾ ചെയ്താൽ മതി. അപ്പോൾ വലിയ ഭാരം ഉണ്ടാവില്ല. പക്ഷേ അപ്പം നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ 2-3 പേര് മാത്രമാണ് നമ്മൾ കോൾ ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും നോർമലായിട്ട് ഭയങ്കര സ്ലോലി സംസാരിക്കരുത്. അപ്പോൾ നമുക്കൊരു എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം. മനസ്സിലായി? എനർജറ്റിക് ആക്ച്വലി ഇനിയും ഉണ്ട്, കുറേ എടുക്കണം. അവിടെ ബാക്കിൽ കുറേ പേര് നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ ബിഹേവ് ചെയ്യണം. ഇനിയും കുറേ പേർക്ക് ചെയ്യാനുണ്ട്, കുറേ പേര് കോൾ ചെയ്യാനുണ്ട് എന്ന രീതിയിലായിരിക്കണം അവിടെ നിങ്ങൾ ആ ഒരു സംസാരം കൊടുക്കുന്നത്. പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ ഭയങ്കര സ്പീഡിൽ സംസാരിക്കണം എന്നല്ല. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ വീഡിയോ എവിടെയാണ്? ശരി, ഓക്കെ. അപ്പോൾ സ്റ്റുഡൻറ്റ് അല്ല, 18+ ആയിട്ടുണ്ടോ? ശരി. ഓക്കെ, എന്തായാലും നിങ്ങൾ ജോബിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടല്ലേ,
ജോബിന് എനിക്ക് വരുന്ന പ്രൊമോട്ടിങ് വിത്ത് ബ്രാൻഡിങ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെക്ഷൻ വെക്കുന്നുണ്ട്, ഫസ്റ്റ് സൂം മീറ്റിംഗ് വെക്കുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റായിട്ടും അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് അതൊക്കെ. കൂടുതലായിട്ട് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ടൈം ഭയങ്കര കുറവാണ് എനിക്ക്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവായിരിക്കും. എന്നാലും അത് ജസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. മീറ്റിംഗ് വരുന്നത് നാളെ ആയിരിക്കും നിങ്ങളുടെ സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ എക്സ്ട്രാ സെക്ഷൻസ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രയൽ മെത്തേഡ് പോലെ ട്രൈ ചെയ്യാം. ഓക്കെ റിൻഷിത, ഓക്കെ എന്നിട്ട് ബസ് കോൾ കട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കൊടുക്കാം. അങ്ങനെ രീതിയിൽ നോർമലി ഫ്രണ്ട്ലി ഓവർ ബോണ്ടല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ബോണ്ട് ക്രിയേറ്റ് ചെയ്യാം അവിടെ. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇൻവിറ്റേഷൻ പക്ക ഓക്കെ. അത്രേ ഉള്ളൂ ഇൻവിറ്റേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പം ഇൻവിറ്റേഷൻ്റെ നൈറ്റ് ഇപ്പോൾ ഒരു നിങ്ങൾ 8:48 45 നമ്മൾ മീറ്റിങ്ങിൻ്റെ ലിങ്ക് എന്നുണ്ടെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാം. നമ്മൾ 7 മണിക്കാകുമ്പോഴേക്കും നമ്മൾ ഇരിക്കാം, വർക്കിന് വേണ്ടി ഇരിക്കാം. എന്നിട്ട് 7 മണിക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അപ്പോഴേക്ക് അത്യാവശ്യം മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ജോബിനെ കുറിച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ ജോബിനെ കുറിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട് അതിനുവേണ്ടി കോൾ ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മീറ്റിംഗ് ലിങ്ക് ഫസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫസ്റ്റ് നമ്പർ നോട്ട് ചെയ്യട്ടെ, ഏതൊക്കെ വ്യക്തികളാണ് ജോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ എന്താ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ. കാരണം പിന്നെ ആ ഒരു വന്നിട്ടുള്ള മെസ്സേജൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഡൗട്ടാണ്. പിന്നെ ഓരോ വ്യക്തിയുടെ അക്കൗണ്ട് കയറിയിട്ട് വേണം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഏതെല്ലാം ആ ഒരു ഉച്ചക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഷഫ്ന ഹിയർ എന്നൊരു പാറ്റേൺ അയച്ചു കൊടുത്താൽ അതിന് റെസ്പോൺസ് ചിലപ്പം നൈറ്റിലായിരിക്കും ഒരു മിഡ് സൗണ്ട് വരുന്നത്. നൈറ്റിലായിരിക്കും ചിലപ്പോൾ റെസ്പോണ്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ നമ്പേഴ്സും ലാസ്റ്റത്തെ ഒരു 5 നമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ ഫോൺ നമ്പേഴ്സിൻ്റെ 5 നമ്പേഴ്സ് നോട്ട് ബുക്കിൽ എഴുതി വെക്കാം. ഈ വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണം, മീറ്റിങ്ങിന് ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ. മീറ്റിംഗ് ലിങ്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം അയച്ചു കൊടുത്ത് ഉറപ്പായതിനു ശേഷം ഇവർ കോൾ ചെയ്യാം. ഈ പെൻഡിങ്ങിൽ വരുത്തിയിട്ടുള്ള ഈ വ്യക്തിയുടെ ജോബിനെ കുറിച്ച് ഡൗട്ട്സ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഓരോ പോയിൻറ്റ്സ് അവർ ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, 5 നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു നമ്പർ സെർച്ച് ചെയ്യാം. ലാസ്റ്റ് നമ്പർ കറക്റ്റായി സെർച്ച് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് എടുത്തിട്ട് നമ്പർ നോട്ട് ചെയ്യാം, കോൾ ചെയ്യാം, പേഴ്സൺ ചോദിക്കാം. പെട്ടെന്ന് തീർന്ന നൈറ്റിലുള്ള സംബന്ധിച്ചാലും പെട്ടെന്ന് തീർക്കാൻ പറ്റും. കാരണം നൈറ്റിൽ കോൾ ചെയ്യുമ്പോൾ അവർക്ക് മീറ്റിങ്ങിൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യട്ടെ എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇന്ന് തന്നെ മീറ്റിംഗ് ഉണ്ടോ, ഇന്ന് തന്നെ മീറ്റിങ്ങിലോട്ട് കയറാം. ലിമിറ്റഡ് സ്ലോട്ടാണ്. അപ്പോൾ നിങ്ങളെന്താ കയറേണ്ടത് വെച്ചാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, സൈനപ്പ് ചെയ്ത് അക്കൗണ്ട് സെറ്റാക്കി വെക്കാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് വെച്ചാൽ മീറ്റിംഗ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ കയറണം. 8:48 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ 44 ആകുമ്പോൾ നിങ്ങൾ കയറാം കേട്ടോ. 8:47 45 വരെയല്ല എൻ്റെ ടൈമില്ല. അപ്പോൾ 8:44 ആകുമ്പോൾ നിങ്ങൾ കയറിയിട്ട് ഫുൾ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെക്കാം. കുറച്ചും ക്ലാരിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, നല്ലതല്ല. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ അത് നമുക്ക് അത്രയും ഒരു നോളേജ് ഇട്ടില്ലേ ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ. സോ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും.